ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ആദ്യമേ തന്നെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഹാപ്പി ഈസ്റ്റർ. അപ്പൊ ഞങ്ങളിതേ രാവിലെ റെഡിയായി. ഇപ്പൊ നമ്മള് പള്ളിയിൽ പോവാണ്, മാസമുണ്ട്. ഇപ്പൊ നമുക്ക് 9 മണിക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് റെഡിയായി, ഞാനും ജോയി റെഡിയായി, റെഡി ആവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി പരിപാടി അല്ലേ ജോ? ജോയുടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടല്ലേ ജോ? യാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ റെഡിയായി. നമ്മളങ്ങനെ അധികം താമസിക്കാതെ നമ്മൾ പള്ളിയിലേക്ക് പോകും. ഇന്നൊരു തണുപ്പൻ കാലാവസ്ഥയാട്ടോ, തണുപ്പ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ ദയിച്ചാൻ റെഡി ആയിട്ടുണ്ട്. ഹാപ്പി ഈസ്റ്റർ. നമ്മൾ പള്ളിയിൽ പോവാട്ടോ. ചോക്കട്ടാ വാ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചർച്ച് ഇതേ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ചർച്ച്. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ ചേർച്ചിലെ മാസമൊക്കെ കഴിഞ്ഞു. മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരാളിന്റെ കയ്യെ പിടിച്ചു കേട്ടോ. ഇത് അനിയുടെ പേര് മഞ്ജു എന്നാണ്. അനി പറഞ്ഞ് മലേഷ്യയിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ പിള്ളേർ ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പം അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്കിളുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അങ്ങനെ ആന്റിനെ പരിചയപ്പെട്ടു, വർത്താനൊക്കെ പറഞ്ഞു. അപ്പം ആന്റി നമ്മുടെ ചാനലൊക്കെ വാച്ച് ചെയ്യുന്ന ആളാണ് അല്ലേ? ആന്റി ലോയറാണ്, നിങ്ങള് ഡോക്ടറാണ്. പിള്ളേരെ കാണാൻ പറ്റില്ല. അതെ, പിള്ളേരെ കാണാൻ പറ്റില്ല. അപ്പൊ അവരെ നെക്സ്റ്റ് എപ്പോഴെങ്കിലും കാണാം. അങ്ങനെ നാട്ടില് ട്രിവാൻഡ്രം തന്നെയാണ്, നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം കേട്ടോ ആന്റി. കണ്ടിന്യൂ വാച്ചിങ്. അതെ, സപ്പോർട്ടിങ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞങ്ങൾ ഇനി മാസമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാട്ടോ. ഓക്കെ, ബൈ. ഓക്കെ. അപ്പൊ നമ്മള് തിരിച്ചിനിപ്പം വീട്ടിലേക്ക് പോവാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അല്ലേ ചായ? എന്താണ്? ഫുഡ് മേടിക്കണം. നമ്മൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി കുക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തു. നമുക്കിവിടെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ മലയാളീസ് തന്നെയാണ്. അപ്പം അവരുടെ നമ്മളൊരു ഈസ്റ്റർ പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു 11 മണിയാകുമ്പോഴാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അവിടെ മേടിക്കാൻ പോവാണേ. അപ്പൊ അത് മേടിച്ചോണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. അത് കഴിഞ്ഞ് ജോഹാൻ ഈസ്റ്റർ എഗ് ഹണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഔട്ട്സൈഡും ഇൻസൈഡും വെക്കാം. എന്താ? അപ്പൊ എന്തായാലും ഒരു ബ്ലസ്ഡ് ഡേ ആയിരുന്നു അല്ലേ? നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഈസ്റ്ററിന് മമ്മിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പപ്പായും മമ്മിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മള് ഒറ്റയ്ക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഫുഡും കൂടെ മേടിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചില്ല. നമ്മളിനി വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടേ അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോകുന്ന വഴിക്ക് മേടിച്ചിട്ട് തന്നെ പോകട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു കേട്ടോ. ഒന്നും കൂടെ ഇന്നൊരു തണുപ്പല്ലേ നമുക്ക്? ശരിക്കും തണുപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലായിടത്തും ചൂടാകും. മിക്ക കൺട്രീസിലും ഇപ്പൊ ഒരു ചൂടാണ്, നമ്മുടെ നാട്ടിലടക്കം. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ സമയത്താണ് ഇനി വിന്റർ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പൊ ഓട്ടം തുടങ്ങുവാണ്, പിന്നെ പുറകെ അങ്ങ് വിന്റർ കയറുവാണ് കേട്ടോ. ഓക്കെ. ഇത് നമ്മുടെ പുതിയൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കേട്ടോ. ഇവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ, പണി നടക്കുന്നേ ഉള്ളൂ. ഇതൊരു ആംഗ്ലിക്കൻ സ്കൂളാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതും നമ്മുടെ വീട്ടിൽ നിന്ന് ജോയുടെ ഇപ്പോഴത്തെ സ്കൂളിന്റെ അതേ ഡിസ്റ്റൻസ് തന്നെ ഉള്ളു കേട്ടോ. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ആ സ്കൂളിലേക്ക് പോവാൻ വേണ്ടിയാണ് അവർ ഇവിടുത്തെ ഈ ഒരു വഴി ഓപ്പൺ ആക്കിയിരുന്നത് കേട്ടോ. നേരത്തെ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയാണ്.
ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് പള്ളി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഇനി ഇപ്പൊ അടുത്ത ജോക്കോട്ടിന്റെ പരിപാടി എന്നാ? ഈസ്റ്റർ എഗ് ഹണ്ടാണ്. ഒത്തിരി എഗ്സ് ഒന്നുമില്ല, ജോക്കോട്ടൻ മാത്രമേ ഉള്ളൂ ഹണ്ട് ചെയ്യാനായിട്ട് അല്ലേ? ആ, ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഞാൻ കുറച്ച് എഗ്ഗുകളൊക്കെ കൊണ്ടുവന്ന് ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജോക്കൂട്ട. ഔട്ട്സൈഡും ഇൻസൈഡും. അപ്പൊ ആദ്യം ഇൻസൈഡ് നോക്കിയാലോ നമുക്ക്? ഓക്കെ, അപ്പൊ ബാസ്ക്കറ്റ് ഒക്കെ റെഡിയാണ്. ഈ ബാസ്ക്കറ്റ് നിറയാനെ മാത്രമുള്ള ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആ സെർച്ച് ചെയ്തോ. Really? Yeah. There's almost nothing. You probably hid it in here. അവിടെ ഒന്നുമില്ല, കബോർഡുകൾക്കകത്തൊന്നും ഇല്ല. നോ, കിച്ചണിലില്ല, കബോർഡിലില്ല, ബെഡ്റൂമിലില്ല, എല്ലാം ഈ ഹോളിനകത്ത് തന്നെയാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് എത്ര ഉണ്ടാ? 1 എഗ് ജോഗി കിട്ടിയിരിക്കുകയാണ്. ഗുഡ്. അങ്ങോട്ടോ ഞാൻ തിരികെ വയ്ക്കത്തില്ല ജോ, പൊടിഞ്ഞു പോകത്തില്ലേ? ജോ ലോഞ്ചിന്റെ ഇടയ്ക്കൊക്കെ കയറിയുണ്ട്. അപ്പൊന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണല്ലോ ജോ വെച്ചേക്കണം. നീ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ, സെക്കൻഡ് വൺ ഗോട്ട് ഷിറ്റ്. ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലമൊക്കെ ജോ പൊക്കി നോക്കുന്നു. Nope. No. It's inside the slab? No. Mm-mm. Oh my gosh, you didn't? നോക്കണ്ട സിമ്പിൾ സ്ഥലമൊന്നും ജോ നോക്കുന്നില്ല. Here it is. ഓ, കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ്. Simple? That means it's on the sofa. You should have it here. No. ഇനി ഒരു 3-4 എഗ്സും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്നുമില്ല, അവൻ്റെ അകത്തൊന്നുമില്ല, കിച്ചണിലില്ല. ഈ ഏരിയ നോക്ക്, ദിസ് ഏരിയ. കബോർഡിലല്ല. And there's one. Now I have 3. ഓക്കെ, This one behind here? No. Hi, Dad. ഹലോ. ഈസ്റ്റർ എഗ് ഹണ്ടിങ് ആണോ? Yeah. അതെ ജോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇതാ അപ്പൊന്ന്, ഞാൻ സിമ്പിളായിട്ടാണ് വെച്ചേക്കുന്നത്. കിട്ടിയോ? I got 4. ആണോ? ഇനി 2 എണ്ണം കൂടെ ഉണ്ട്, അതാ ജോ തപ്പുന്നത്. And the rest of them are all hidden outside. Okay. 2 more eggs. Now we just make it hard. So it's in simple areas. Yes, I'll tell you a clue. നമ്മുടെ ആ ടേബിളില്ലേ, വൈറ്റ് ടേബിൾ, കോഫി ടേബിൾ, അവിടെ എവിടെയെങ്കിലൊക്കെ നോക്ക്. Oh, I know where you hid it. Here. ഇതിനകത്തല്ല, കോഫി ടേബിളിന്റെ മേളിലുണ്ട് സാധനം. On top? യാ. I get it. അതിന്റെ അടി ഞാൻ വെച്ച അത് പൊട്ടി പോകത്തില്ലടാ. No, it has hollow. കോഫി ടേബിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻസൈഡിലെ എഗ്സ് എല്ലാം ജോക്കി കിട്ടി. നോക്കട്ടെ എത്ര എഗ്സ് ഉണ്ട്. 2, 4, 6. ഓക്കെ, ഇനി ബാക്കിയുള്ള നമുക്ക് ഔട്ട്സൈഡാ കേട്ടോ. Yeah, let's go. ഓക്കെ, ലെറ്റ്സ് ഗോ. There's really nothing out there. You hit these so
നമ്മുടെ കൃഷിയെല്ലാം ഇപ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞാകെ ഇതായി കിടക്കുവാണ് കേട്ടോ. റോസയൊക്കെ എല്ലാം വാടി തണുപ്പ് തുടങ്ങിയല്ലോ. ഇപ്പം നമുക്കെല്ലാം പറിച്ചത് ഈ പൂക്കൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിങ്ക് കളർ. ഇതെന്താ പൂവാന്ന് പേരെനിക്ക് ഓർമ്മയില്ല. ബാക്കി നമ്മുടെ വെജി പാച്ച് എല്ലാം ഇനിയിപ്പം നമുക്ക് നീറ്റാക്കി ഇടണം കേട്ടോ. അവിടെയല്ല ചോക്കട്ടെ, അങ്ങ് ഫ്രണ്ടില്ല, ഇവിടെ ഒന്നുമില്ല. ഫ്രണ്ട് ഗേറ്റിൻ്റെ ആ സ്റ്റാർട്ടിങ് തൊട്ട് നോക്കണേ. ഇവിടെ ഒന്നുമില്ല. ഇതുവരെ കണ്ടില്ല കേട്ടോ. നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാം. ജോ ഇതുവരെ കണ്ടിട്ടില്ല. I found it. Why did you hit it next to a spider web? Now I have 7 and now 8. പുല്ലേല് ഇല്ല കേട്ടോ. പുല്ലേ ചവിട്ടണം. പുല്ലിപ്പോ അപ്പം നനച്ചതേ ഉള്ളു കേട്ടോ. Oh, so there's none of them in the ഗ്രാസ് നോ നത്തിങ്. I found it. എവിടെ? I found everything. 9, 10, 11, 12. ഓക്കെ. So you hid it under the plants. If you hid it in the middle. Yeah, you did. ഉണ്ടോ? ലെറ്റർ ബോക്സിലുണ്ടോ? Yeah. 13, 14. 14. ഇനി 6 more eggsഉം കൂടെ ഉള്ളു കേട്ടോ. മൊത്തം നമ്മൾ 20 eggs ആണ് വെച്ചേക്കുന്നത്. Wait, so I have 14, കിട്ടിയോ? 15, 16. കാണിച്ച എഗ് ഒന്ന് കാണിച്ച് നോക്കട്ടെ. അടിപൊളി. Got 16. ഓക്കെ. Now you found over here. So about 4 more eggs. I wonder where you hit them this time. Am I getting warmer? Oh, I found them. 15. 15 or 17 അല്ലേ? Oh, right. 17. 18. 18. 19. Am I getting warmer? Yeah. ഇല്ല, കിട്ടിയില്ല. ആ, ഇപ്പൊ വാമറാണ്. Warmer. വാമർ. ആ, ഇപ്പൊ കോൾഡായി പോവാണ്. ഫ്രിഡ്ജിന്റെ അകത്താണോ? ഫ്രിഡ്ജിന്റെ അകത്താണോ? ഫ്രിഡ്ജിന്റെ അകത്തല്ല. അതിനകത്തൊന്നുമില്ല. കബോർഡുകൾക്കകത്തൊന്നുമില്ല. ഇല്ലേ? This is actually a hard one. Did you റിയലി? hide it in the stove? ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണല്ലോ ജോ വെച്ചത്. Is it in here? അതിനകത്ത് പാത്രമൊക്കെ പൊക്കി നോക്കുന്നു. Am I warm? എടാ അതിനകത്ത് ഉണ്ടോടാ? കബോർഡ്സിലൊന്നും ഡ്രോയറിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. അവിടെ ഡിഷ് വാഷറിനകത്തൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ വാമാണ്. ഓ! ഞാൻ help ചെയ്യണോടാ? അടിയിലൊക്കെ കുഞ്ഞു നോക്കുന്നു. ഞാൻ പാപ്പ ഹെൽപ്പ് ചെയ്യാം. Yeah. ഇതൊന്ന് തുറന്നേ. This one? എങ്ങനെയുണ്ടാ അത്? അടിപൊളി പ്ലേസ് അല്ലായിരുന്നോ? Yeah. അപ്പൊ നമ്മുടെ ജോക്കുട്ടൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ എഗ് ഹണ്ടിങ് കംപ്ലീറ്റ് ചെയ്തല്ലേ ജോ? നീ എത്ര എഗ്സ് ഉണ്ടോ നമുക്ക് നോക്കിയാലോ? Yes. കാണിച്ചു തരാം കേട്ടോ. എത്ര 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20. ഗുഡ് ജോബ്. 20 ഈസ്റ്റർ എഗ്സ് ജോ ഹണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഹാപ്പി ആണോ? Yeah. സൂപ്പർ. അങ്ങനെ എഗ് ഹണ്ടിങ് നമുക്കിവിടെ
സമാധിയായിരിക്കുകയാണ് അല്ലേ ജോ? ഇനിയിപ്പോ നമുക്ക് കഴിച്ചാലോ, ഫുഡ് കഴിച്ചാലോ? ഇത് കഴിക്കാം. ഓക്കെ ഓക്കെ ജോ, ഹാപ്പി ഈസ്റ്റർ. ജോയുടെ പല്ലൊക്കെ പോയിരിക്കണേ അല്ലേ ജോ? അധികം ചോക്ലേറ്റ് കഴിക്കുന്ന ഹെൽത്തി ആണോ ജോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഫുഡ് കഴിച്ചാലോ? അപ്പൊ നമ്മുടെ ഫുഡ് ഇവിടെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് Biryani. ഇത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ Guys, here. ജോ കഴിച്ചോടാ. കഴിച്ചു, മമ്മി ഇപ്പം വേണ്ട കേട്ടോ. ഇത് നമ്മുടെ സാലഡ് ഉണ്ട്. പിന്നെ എന്താ അപ്പാണോ? ഇത് നോക്കട്ടെ എന്താണേ. അപ്പം ഉണ്ടായിരുന്നു, അപ്പം ആയിരിക്കാനും സാധ്യത. അപ്പം ഉണ്ട് കേട്ടോ. നല്ല അപ്പമുണ്ട്. പിന്നെ ഇത് പായസമാണ് കേട്ടോ. പിന്നെ ഇത് തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇത് അച്ചാറാണ് തോന്നുന്നു കേട്ടോ, അച്ചാറ്. പിന്നെ ഇത് പോർക്ക് ഫ്രൈ ആണ്. പിന്നെ ഇത് ബീഫ് കറി, ഇത് അപ്പത്തിൻ്റെ ബീഫ് കറി. പിന്നെ ചിക്കൻ ഫ്രൈ, പോർക്ക് ഫ്രൈ, പായസം, അച്ചാറ്, സാലഡ്, ബിരിയാണി. ഇത്രയാണ് നമ്മുടെ പാക്കേജിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അപ്പം കഴിച്ചാലോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഈസ്റ്റർ ആയിട്ട് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈസ്റ്ററിന് ഫുഡ് ഓർഡർ ചെയ്യുന്നത് അല്ലേ? സാധാരണ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ചില പരിമിതികളൊക്കെ വെച്ച് ഓർഡർ ചെയ്തല്ലേ. അതെന്താ ചോദ്? ലെഗോ? ലെഗോ. ഇതൊരു 1.5 ലെഗോയാണ് കേട്ടോ. ഇത് എത്ര പീസ് തുടങ്ങി ടോട്ടൽ? 9,000. 9,000 പീസസ് ഉള്ള ഒരു ലെഗോയാണ് ഇവന് മേടിച്ചേക്കുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷിപ്പിന്റെ ഏതോ മൂലയാണ് വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ 9,000 പീസസ് എന്ന് പറയുമ്പോൾ തന്നെ പല പല ബാഗുകളായിട്ട് അവർ വെച്ചേക്കുവാണ്. അപ്പൊ എത്ര നാളുകൊണ്ട് ഇത് ഉണ്ടാക്കി തീരുമൊന്നും എനിക്കൊരു പിടിയുമില്ല. എന്തായാലും ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഷിപ്പിന്റെ ഫ്രണ്ടാണെന്നല്ലേ ഇത്? ഫ്രണ്ട് പോർഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കി പതുക്കെ ജോ ഉണ്ടാക്കുവാണ്. അപ്പം 9,000 പീസസിന്റെ ഒരു ലെഗോയാണിത്. ഇത് ടൈറ്റാനിക് ഷിപ്പ് അല്ലേ? ഉണ്ടാക്കി വരുമ്പം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടൈറ്റാനിക് ഷിപ്പാണ്. എത്ര മീറ്റർ ഉണ്ട് ജോ? എത്ര ഡയമെൻഷൻസ്? 1.5 ആണോ? അപ്പൊ അത്രയും വലിപ്പമുള്ള ഒരു ഷിപ്പാണ് ഉണ്ടാക്കി വരുമ്പോ. അപ്പൊ നമുക്ക് നോക്കാം ലാസ്റ്റ് ജോ ചെയ്ത് വരുമ്പോ എങ്ങനെയായിരിക്കുന്നതെന്ന്. ലാസ്റ്റ് നമുക്ക് ഫിനിഷ് ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം അല്ലെ, ഷിപ്പ് ഫിനിഷ് ആയി കഴിയുമ്പോ. അപ്പൊ ജോ ഉണ്ടാക്കിയാലും വെച്ച് ഏറ്റവും ടഫും ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ലെഗോ ബിൽഡിംഗ് കൂടെ അല്ലേ ഇത്? അപ്പൊ ഓരോ ദിവസവും കുറച്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഫുഡ് കഴിക്കാം. അധികം താമസിക്കുന്നില്ല, വിശപ്പ് തുടങ്ങിയല്ലേ. ഓക്കെ, ഞാൻ ഫുഡ് സെറ്റ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട് പാലപ്പം? അപ്പൊ നമ്മള് അത് ബീഫ് കറി. മമ്മി ഒഴിച്ചു തരട്ടെ ചോക്കൂട്ടാ? മിക്കി വെച്ച പാത്രം കുറച്ച് മതി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിരുന്നല്ലോ. ലഞ്ച് നമ്മൾ കഴിഞ്ഞ കഴിക്കുന്നുള്ളല്ലേ. അപ്പോ ഇനിയിപ്പോ എന്താ പരിപാടി? നമുക്ക് ഇനിയും ഉച്ചയ്ക്കൊന്ന് പറഞ്ഞ് ഉറങ്ങണമല്ലേ കുറച്ച്. തണുപ്പൊക്കെ ഉണ്ട്, ഉറങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥയൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ചെറിയൊരു ഈസ്റ്റർ സ്പെഷ്യൽ വ്ളോഗായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു നല്ല ഈസ്റ്റർ എല്ലാവർക്കും ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒന്നും കൂടെ ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോ. ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, അപ്പം നമ്മളെ ഒരു വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് കുറെ അടിപൊളി വ്ളോഗുകൾ വരാനുണ്ട് അല്ലേ ചായ? അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ
Subscribe. പറ Subscribe. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും ടേക്ക് കെയർ. Bye bye.